കഴിഞ്ഞ വാരത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കോടതി വിധിയുണ്ട്. യാക്കോബായ കോട്ടയം ഭദ്രാസനത്തിലെ തിമോത്തിയോസ് തിരുമേനിയുടെ വിലക്ക് ഹൈക്കോടതി അങ്ങ് സ്ഥിരപ്പെടുത്തി. ഓർത്തഡോക്സ് സഭയുമായുള്ള കൗദാശിക ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ടുള്ള യാക്കോബായ തീരുമാനം എന്ന് തോമസ് മാർ തിമോത്തിയോസ് മീഡിയയ്ക്ക് മുന്നിൽ വായിച്ചോ അന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ ശനിദശ. യാക്കോബായ വിഭാഗം കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത തോമസ് മാർ തിമോത്തിയോസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിൽ അനധികൃതമായി കയറുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ഭദ്രസനാംഗങ്ങളായ ജോമോൻ ജോർജ്, ഫിലിപ്പോസ് പോട്ടക്കാവലിൽ, രാജു പാറമ്പുഴ, പ്രകാശ് വർഗീസ്, ചെറിയാൻ മണിയാല എന്നിവർ ചേർന്ന് കൊടുത്ത കേസിൽ കോട്ടയം മുൻസിഫ് കോടതിയുടെ നിരോധന ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ തിമോത്തിയോസ് തിരുമേനി കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളി. തിമോത്തിയോസ് തിരുമേനിക്ക് മലങ്കര സഭയുടെ പള്ളികളിൽ മലങ്കര സഭാ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ പ്രവേശിക്കാനാകില്ല. കോട്ടയം മുൻസിഫ് കോടതിയുടെ നിരോധന ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. ഇപ്പോഴുള്ള നിരോധനം തുടരും. നേരത്തെ തിമോത്തിയോസ് തിരുമേനി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മെത്രാൻ കക്ഷികളുമായി എല്ലാവിധ കൗദാശിക ബന്ധങ്ങളും അവസാനിപ്പിക്കുവാൻ സുന്നഹദോസ് തീരുമാനിച്ചുവെന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ സമൂഹത്തിൽ നിന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തെ പുറത്താക്കുവാൻ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായോട് മറ്റ് സഭാ തലവന്മാർക്ക് എഴുതണമെന്ന് അപേക്ഷിക്കുവാനും തീരുമാനിച്ചുവെന്നും പ്രഖ്യാപിച്ചിരുന്നു. തിമോത്തിയോസ് മെത്രാച്ചൻ എന്ന് ഈ സുന്നഹദോസ് തീരുമാനം വായിച്ചോ അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ കോട്ടയം ഭദ്രാസനത്തിലെ ഒരു പള്ളികളിലും പ്രവേശിക്കാൻ പാടില്ലെന്ന നിരോധാജ്ഞ മുൻസിഫ് കോടതിയിൽ നിന്നും വന്നു. തന്റെ ആസ്ഥാന ദേവാലയമായിരുന്ന സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പോലും കയറുവാൻ പറ്റിയില്ല. അന്നുണ്ടായ വിധിയിന്മേൽ അദ്ദേഹം ഫയൽ ചെയ്ത അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും തള്ളിയിരിക്കുന്നത്. ഈ മെത്രാച്ചനെ കടത്തിവെട്ടി മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ അന്ന് തെരഞ്ഞെടുത്തത് എങ്ങനെയെന്ന് ലോകം കണ്ടതാണ്. അജണ്ടയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വിഷയമില്ലായിരുന്നു. ജോസഫ് മാർ ഗ്രിഗോറിയോസിന് ഭൂരിപക്ഷവുമില്ല. അന്ന് ആ വേദിയിൽ വെച്ച് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് തോമസ് മാർ തിമോത്തിയോസ് പ്രസ്താവിക്കുകയും ചെയ്തു. പക്ഷെ എന്തു ചെയ്യാം, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത സുന്നഹദോസ് തീരുമാനവും വായിച്ചു കഴിയാം. നൾ വോയിഡ് ആൻഡ് ഇല്ലീഗൽ ഭരണഘടനയുമായി ഏത് കോടതിയിൽ പോകാനാണ്? എങ്ങനെ ജയിക്കാനാണ്? അനധികൃതമായി മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയായ ആളായിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്ന് യാക്കോബായ വിഭാഗം കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത തോമസ് മാർ തിമോത്തിയോസ് പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശപ്പെട്ട സുപ്രീം കോടതി വിധി ലഭിച്ച ഒരു പള്ളിയിലും, അതായത് മണർക്കാട് പള്ളിയിൽ പോലും മെത്രാച്ചന് കയറാൻ പറ്റില്ല. ഇതുവരെയും പറ്റിയില്ല, ഇനിയും പറ്റില്ല. എന്തു ചെയ്യാം? അടികൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ മാരാരും എന്ന് പറയുന്നത് പോലെ സർവ്വ ഏടാകൂടങ്ങളും ചുമക്കാൻ തിമോത്തിയോസ് തിരുമേനിയും സ്ഥാനമാനങ്ങൾ നേടാൻ മറ്റുള്ളവരും. ഒരു ഗതികേടെ.